കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ശനിയാഴ്ച ഉച്ച 1:25-ന് പുറംകടലിൽ ചെരിഞ്ഞ MSC എൽസ 3 എന്ന കപ്പൽ ഞായർ രാവിലെ 7:50-ന് ആലപ്പുഴയ്ക്ക് സമീപം പൂർണ്ണമായിട്ട് മുങ്ങി. മുങ്ങിയ കണ്ടെയ്നറുകളിലെ ഹാനികരമായ രാസവസ്തുക്കളും ഇന്ധനച്ചോർച്ചയും പ്രശ്നമായതുകൊണ്ട് തന്നെ കടലിലും തീരത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കപ്പൽ മുങ്ങിപ്പോയി എന്ന് കേൾക്കുമ്പം തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ കപ്പൽ മുങ്ങിപ്പോയ കപ്പലും അതിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുമോ എന്ന് തന്നെയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പറ്റുമെന്ന് തന്നെയാണ്. എന്നാൽ അതിസങ്കീർണവും ദുഷ്കരവുമായ പ്രക്രിയയാണ് ഇതെന്ന് മാത്രം. ഒറ്റ യാത്രയിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്ന കപ്പലുകളാണിത്. ഈ ജോലിയിൽ വിദഗ്ധ പരിശീലനം ലഭിച്ചവരാണ് മറൈൻ സാൽവേജ് കമ്പനികൾ. മിക്ക ഷിപ്പിംഗ് കമ്പനികൾക്കും സാൽവേജ് കമ്പനികളുമായിട്ട് കരാറുണ്ടാകും. കപ്പലിലെ എണ്ണ ചോർച്ചയേക്കാൾ കണ്ടെയ്നറുകളിലെ രാസപദാർത്ഥങ്ങളാകും വലിയ വിപത്ത് വരുത്തിവെക്കുക. രാസപദാർത്ഥങ്ങൾ വെള്ളത്തിൽ കലരുന്നതോടെ മത്സ്യങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും നാശനഷ്ടമുണ്ടാകുകയും ചെയ്യും. ഡീസൽ, ഫർണസ് ഓയിൽ, കാൽസ്യം കാർബൈഡ് എന്നിവയുടെ ചോർച്ച മൂലമുണ്ടാകുന്ന ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങളും തീപിടുത്ത സാധ്യതയും ഈ സംഭവത്തെ നമ്മൾ കൂടുതൽ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. കാൽസ്യം കാർബൈഡ് അപകടകരമായ രാസവസ്തുവാണ്. ജലവുമായി ചേർന്നാൽ കത്താനോ സ്ഫോടനത്തിനോ വരെ സാധ്യത ഉണ്ടായേക്കാം. കേരളത്തിൽ സംഭവിച്ച മറ്റ് കപ്പൽ ദുരന്തത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ 1972 മെയ് 26-ന് കൊച്ചി പുറംകടലിൽ ഗ്രീക്ക് ചരക്ക് കപ്പലായ സോളി മറിയ എൻജിൻ റൂമിൽ വെള്ളം കയറിയതിനെ തുടർന്നിട്ട് മുങ്ങുകയുണ്ടായി. നാവികർ ലൈഫ് ബോട്ട് വഴി രക്ഷപ്പെട്ടു. മറ്റൊരു കപ്പലപകടം ഉണ്ടായത് 1978 ഓഗസ്റ്റിലാണ്. ഗുഡ് ഫോർച്യൂൺ എന്ന കപ്പൽ കണ്ണൂർ ഏഴിമലയ്ക്കടുത്ത് മുങ്ങി. കപ്പലിൽ ഡീസലും ഫർണസ് ഓയിലുമാണ് ഉണ്ടായിരുന്നത്. അടുത്തത് 2007 കൊച്ചി തുറമുഖത്ത് നിന്ന് 8 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ചരക്ക് കപ്പലായ മരിയ മുങ്ങി. ചൈനയിൽ നിന്ന് അൽബേനിയയിലേക്ക് സ്റ്റീലുമായി പോയ കപ്പലാണ് മുങ്ങിയത്. തമിഴ്നാട് സ്വദേശികളായ 5 പേർ ഉൾപ്പെടെ 15 നാവികരെ രക്ഷപ്പെടുത്തി. അന്ന് കപ്പലിൽ ഡീസൽ കടലിൽ പരന്നിരുന്നു. എന്നാൽ 1979 കേരള തീരത്തുണ്ടായ ഒരു ദുരന്തമല്ല. എന്നാൽ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള കപ്പലായിരുന്നു കൈരളി എന്ന കപ്പൽ. ഗോവയിൽ നിന്ന് ഇരുമ്പുമായിട്ട് ആഫ്രിക്കയിലെ ജിബൂട്ടി വഴി കിഴക്കൻ ജർമ്മനിയിലേക്കുള്ള യാത്രയിലാണ് കൈരളി കാണാതായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്